ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ടിക്കറ്റ് ഫിനാലെയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മുഖമുദ്ര ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദനയുടെ വായിൽ നിന്ന് വന്ന ഒരു തെറി അഭിഷേകം, പൂരത്തെറി, ആവർത്തിച്ച് പറയുന്ന ഒരു തെറി, അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ പറയുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വരുന്നത്. അതിനു മുൻപായി ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കൂടി ഞാൻ ഈ കാര്യം പറയുന്നത്. ഒലിവ് ക്രിയേഷൻസിന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. നല്ലൊരു ശതമാനം ആൾക്കാരും വീഡിയോ കണ്ടുപോവുക മാത്രമാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ചെയ്യുന്ന ഈ അപ്ഡേഷനുകൾ താല്പര്യമുള്ള ആൾക്കാർ, ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം മുഖമുദ്ര എന്ന ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീതു സീൽപ്പാടും സീലും കയ്യിലെടുത്തുകൊണ്ട് നേരെ നന്ദനയുടെ ബോർഡിലേക്ക് സീലടിക്കുവാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ഇച്ചിരി പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്ക് ശ്രീതുവിനെ ഒന്ന് കൈവെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നന്ദന. പക്ഷെ അതൊരു പ്രശ്നത്തിലേക്ക് എടുക്കാതെ ശ്രീതു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ കാര്യങ്ങളെ കാണുകയും വിട്ടുകളയുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ തുടർന്ന് സംഭവിച്ച വേറൊരു കാര്യമുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അത് ലൈവിൽ കൃത്യമായിട്ട് കാണിച്ചിരുന്നില്ല. സംഭവം ഇതാണ്: ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം വാഷ്റൂം ഏരിയയിൽ വന്നിരുന്നുകൊണ്ട് ഓരോരുത്തരും അവരുടെ ശരീരത്തിൽ പറ്റിയ പെയിന്റുകൾ, കളറുകൾ കഴുകിക്കളയുകയാണ്. അപ്പോൾ നന്ദനയുടെ കാലിന്റെ വെള്ളം മുഴുവനും കളർ പിടിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം ശ്രീതുവിന്റെ കയ്യിൽ നിന്നും ഈ സീൽപ്പാട് തട്ടി താഴെ ഇട്ടിട്ട് അത് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീതുവിന് തൻ്റെ പാഡിനകത്തുനിന്ന് മഷി മുക്കിയെടുക്കുവാൻ കഴിയാതിരുന്നതുകൊണ്ട് നന്ദനയുടെ പാഡിനകത്തുനിന്ന് തന്നെയാണ് മഷി സീലിലേക്ക് പുരട്ടി ആ ബോർഡിലേക്ക് കുത്തുന്നതൊക്കെ കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ചവിട്ടി കുറേ നേരം പിടിച്ചതുകൊണ്ട് കാലിന്റെ വെള്ളം നിറച്ച് ചുമല കളറിലുള്ള മഷി പുരണ്ടിരിക്കുകയാണ്. അത് ഒന്ന് ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിജോ ചോദിക്കുകയാണ്, ആഹാ ഇത് കൊള്ളാലോ, ഇത് എപ്പോൾ ഒപ്പിച്ചു എന്ന്. അപ്പോൾ എടുത്ത വായിലെ ശ്രീതുവിനെ ഒരു നല്ല തെറി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പച്ചമലയാളത്തിൽ ആ തെറി അങ്ങനെ തന്നെ പറഞ്ഞില്ല, എന്നാൽ അതിനകത്ത് മറ്റൊരു വാക്കുകൂടെ കയറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷേ ആ വാക്ക് എത്ര വൾഗറായിട്ടുള്ളൊരു വാക്കാണ്. അത് ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണോ സംസാരിക്കുന്നത് എന്നെനിക്കറിയത്തില്ല. നന്ദന പറയുന്നത് ശ്രീതുവിൻ്റെ ആ പാഡിൽ ചവിട്ടി പിടിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ശ്രീതു എന്ന് പേരിലല്ല പറയുന്നത്, പകരം അവൾ ആരതിയുടെ അതിൽ ചവിട്ടി പിടിച്ചപ്പോൾ പറ്റിയതാണ് എന്ന് പറയുകയാണ്. ഉടൻ തന്നെ സിജോ പറയുന്നുണ്ട്, അങ്ങനെ സംസാരിക്കരുത്, അത് മോശമായിട്ടുള്ള വാക്കുകൾ, അത് പറയാൻ പാടില്ല എന്ന് പറയുന്നു. അവൾ ആരതി എന്ന് പറയുന്ന ആ വാക്കിന് ചീത്ത വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷേ സിജോ ഉടൻ തന്നെ പറയുകയാണ്, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ഞാൻ പറയും, എനിക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഞാൻ പറയും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സിജോയ്ക്ക് നേരെ തട്ടിക്കേറിയിട്ട് പിന്നെയും പറയുകയാണ് അവളാരതി. നന്ദന എന്താണ് ആ വാക്കിലൂടെ ഉദ്ദേശിച്ചത്? ആ വാക്ക് മോശമായതുകൊണ്ടല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെയാണ് സിജോ വിലക്കുന്നത്, അത് പറയാൻ പാടില്ല എന്ന്. നിങ്ങളാരാ അത് പറയാൻ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് അല്ല നന്ദന. സത്യത്തിൽ നന്ദന എന്ന ഗെയിമർ ആ വീട്ടിൽ നിന്ന് പോകണം എന്ന് നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യം, അവിടെ പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല, ചുമ്മാതെ പക്വതയില്ലാത്ത ഒരാളിനെ പോലെ അലറി കൂവി നടക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ടാണ്. പക്ഷേ ആ വീട്ടിനകത്ത് നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത വളരെ വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് ഈ കുട്ടിയെന്ന് ഈ വാക്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീതുവിനെ പോലെയുള്ള ഒരു കുട്ടിയെ ഒരു പ്രകോപനവുമില്ലാതെ ഇത്തരത്തിലുള്ള വാക്കുകൊണ്ട് സംബോധന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വലിയ പ്രശ്നവുമായി ആരുടെയെങ്കിലും മുമ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൂരത്തെറിയുടെ അഭിഷേകം ഒരു ലെവൽ കഴിയുമ്പോഴേക്കും നന്ദന നടത്തുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ് സിജോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അതവിടെ വിട്ടുകളഞ്ഞത്? എനിക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കും എന്ന് പറയുമ്പോൾ അതിനെ ഉടക്കാൻ നിൽക്കാതെ അയാൾ അവിടെ നിന്ന് പെതുക്കെ സ്കൂട്ടാവുകയാണ്. സായി എന്ന് പറയുന്നത് നിർത്ത് വിട് എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ വാക്ക് നന്ദനയല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു അവിടെ സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ ആങ്ങളമാരവിടെ പ്രശ്നമുണ്ടാക്കുമായിരുന്നല്ലോ. ഇത് ജാസ്മിന്റെ വായിൽ നിന്നെങ്ങാണമായിരുന്നു വീണിരുന്നതെങ്കിൽ 100% ഉറപ്പാണ് സിജോ അവിടെ വലിയ പുകില് തന്നെ സൃഷ്ടിക്കുമായിരുന്നു. മാത്രവുമല്ല, സമൂഹ മാധ്യമങ്ങൾക്ക് ഈ ആഴ്ച മുഴുവൻ ആഘോഷിക്കാനുള്ള വിഷയം കൂടിയായി ഇത് മാറ്റപ്പെടുമായിരുന്നു. എന്നാൽ നന്ദനയുടെ വായിലൊന്ന് വീണതുകൊണ്ട് ഇത് വലിയ വിഷയമൊന്നുമായി മാറുന്നില്ല. ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നതിലൂടെ നന്ദന ഏകദേശം തൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് കൃത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. രണ്ടാമത് അതിനെ വിലക്കുമ്പോൾ ഞാൻ ഇനിയും അങ്ങനെ തന്നെ സംസാരിക്കും, നിങ്ങളെന്ത് ചെയ്യും എന്ന് ധാർഷ്ട്യത്തോടു കൂടി ചോദിക്കുമ്പോൾ എല്ലായിടത്തും വലിയ വകുപ്പടിക്കുന്ന ആങ്ങളമാർ പതുക്കെ അവിടുന്ന് ആ പ്രശ്നം ഇല്ലാതെയാക്കിക്കൊണ്ട് ഒഴിഞ്ഞങ്ങ് പോകുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. സത്യത്തിൽ കള്ളന് കൂട്ടു നിൽക്കുന്നവൻ അവനും കള്ളൻ തന്നെയാണ് എന്നല്ലേ നമ്മൾ കേൾക്കാറുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉടായിപ്പ് ടീമുകളല്ലേ, ഇരട്ടത്താപ്പല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?
സിജോയൊക്കെ വാഴ്ത്തിപ്പാടുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങേയറ്റം മോശമായിട്ടുള്ള കളികളാണ് അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ സിജോയൊക്കെ ഇവിടെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒലിവ് ക്രിയേഷൻസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു തരാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ ക്ലിപ്പും ഞാൻ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്.